പ്രളയം നല്ല എന്ന് വെച്ചാൽ ശൈലജ ടീച്ചർ കഴിഞ്ഞതിന് ശേഷം കേരളം കണ്ട ഏറ്റവും നല്ല മന്ത്രി വീണ ജോർജ് തന്നെയാണ്. നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഓരോ ദിവസവും കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള അപകടം, അതുപോലെ തന്നെ ഡോക്ടർ ഹാരിസ് നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ, ഇത് രണ്ടുമാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഈ ഒരു വിഷയത്തിൽ വ്യത്യസ്ത തരത്തിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ സംരക്ഷിക്കാൻ ഇടത് നേതാക്കന്മാർ ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വി എൻ വാസവൻ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന പരാമർശങ്ങൾ പരിഹാസമായി തോന്നുന്നുണ്ട് എങ്കിൽ പോലും ആരോഗ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അതിലേറ്റവും മോശമായി തോന്നിയ ഒരു പരാമർശമായിരുന്നു ബിന്ദു മരണപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട്. ബിന്ദുവിനെ കൊന്നത് വീണ ജോർജ് അല്ലല്ലോ, അവർ മന്ത്രി നേരിട്ട് വന്ന് കെട്ടിടം ആ സ്ത്രീയുടെ മകളിലേക്ക് ഉരുട്ടിവിട്ടതല്ലോ എന്നുള്ള ഒരു പരാമർശമൊക്കെ. ഇത് തികച്ചും ആരോഗ്യമന്ത്രി കുറ്റക്കാരിയല്ല എന്ന് പറയാൻ വേണ്ടി, എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടുള്ള ഒരു പരാമർശമായിരുന്നുവെങ്കിലും ഒരു സ്ത്രീയുടെ, അതായത് സർക്കാർ സംവിധാനങ്ങളിൽ വന്നിരിക്കുന്ന വലിയൊരു അനാസ്ഥ മൂലം ഉണ്ടായിട്ടുള്ള അപകടത്തിൽ മരണപ്പെട്ട ഒരു സ്ത്രീയുടെ മരണത്തെ പോലും അപഹാസ്യമാക്കുന്ന തരത്തിൽ ചിത്രീകരിക്കുന്ന മന്ത്രിമാരുടെ ഉത്തരവാദിത്തമില്ലാത്ത ഒരു രീതിയാണ് ചൂണ്ടിക്കാണിച്ചത്. ഇന്നിപ്പോൾ ദേശീയ പണിമുടക്ക്, അതായത് കേന്ദ്ര സർക്കാർ തൊഴിലാളികൾക്ക് വിരുദ്ധമായിട്ടുള്ള ചട്ടങ്ങൾ കൊണ്ടുവരുന്നു, തൊഴിലാളികൾക്കെതിരായിട്ട് വരുന്ന 4 ലേബർ കോഡുകൾ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നു. അത് ഒരിക്കലും അനുവദിച്ചു വരില്ല, തൊഴിലാളികൾ ശക്തമായി തന്നെ പ്രതികരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിഷേധ സൂചകമായിട്ടുള്ളൊരു പണിമുടക്ക് കേരളത്തിൽ ഒന്നടങ്കമുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ മലയാളി വാർത്ത തന്നെ ഒരു യുവതിയെ, ഒരു സ്ത്രീയെ കാണാനിടയായി. അവർ സമരത്തിനെത്തിയതാണ്. അപ്പോൾ അവരോട് സംസാരിച്ചു വരുമ്പോൾ അവരും ഈ പറയുന്ന രീതിയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ചെയ്തിരിക്കുന്ന തെറ്റിനെയൊക്കെ മൂടിവെച്ച് അവർ കൃത്യമായിട്ട് പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് എന്ന് പറയാനുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി. ഒരു സാധാരണക്കാരായ ജനമായിരുന്നുവെങ്കിൽ, ഒരു സാധാരണക്കാരിയായിരുന്നെങ്കിൽ, പാർട്ടി നോക്കാതെയാണ് അവർ പ്രവർത്തിച്ചതെങ്കിൽ ഇങ്ങനെയൊരു സംസാരം ഉണ്ടാകുമായിരുന്നു എന്നൊരു സംശയം എനിക്കും തോന്നി. കാരണം അവർ പറയുന്നത് പ്രകാരം മുൻ ആരോഗ്യമന്ത്രിയായിരുന്ന കെ ശൈലജ ടീച്ചറേക്കാൾ, അപ്പോൾ കെ ശൈലജ ടീച്ചർ കഴിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന ഏറ്റവും മികച്ച, കേരളത്തിലെ ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച മന്ത്രിയാണ് വീണ ജോർജ് എന്നാണ് ആ ഒരു യുവതിയുടെ അഭിപ്രായത്തിൽ പറയുന്നത്. അവർ ചോദിക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ എന്തിനാണ് ഇത്തരത്തിൽ എല്ലാവരും കൂടെ ആക്രമിക്കുന്നത്? മന്ത്രിക്ക് ഓരോ ആശുപത്രിയിലും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും പ്രത്യേകമായി ചെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമോ? അവരൊരാളിലേ ഉള്ളൂ. അതുകൊണ്ട് ഉദ്യോഗസ്ഥർ നൽകുന്ന റിപ്പോർട്ട് പ്രകാരം മാത്രമാണ് ആരോഗ്യമന്ത്രി പ്രതികരണം നടത്തുന്നത്. ബിന്ദുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പരാമർശമാണ് നടത്തിയത്. ഒരു പൊതുജനത്തിലെ ഒരാൾ എന്നുള്ള രീതിയിൽ അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് നമ്മൾ മാനിക്കുന്നു. എങ്കിൽ പോലും അത്തരമൊരു പരാമർശം അല്ലെങ്കിൽ അത്തരമൊരു ചിന്തയാണ് ഇത്തരത്തിലുള്ള ചില ജനങ്ങൾക്കെങ്കിലും ഉള്ളത് എന്ന് പറയുമ്പോൾ ചില റിപ്പോർട്ട് കൂടെ പുറത്തു വരേണ്ടതുണ്ട്. അതായത് നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യമേഖല എന്ന് പറയുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച ഒന്നായിട്ടാണ് നമ്മൾ ഓരോരുത്തരും പറയുന്നത്. അങ്ങനെ ഒരു ആരോഗ്യമേഖല ഉണ്ടാക്കിയെടുക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോഗ്യമേഖലയുടെ പേര് പറഞ്ഞ് നമ്മൾ ആത്മാഭിമാനം കൊള്ളുമ്പോൾ അതിൻ്റെ പിറകിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സാധാരണ ജനങ്ങൾ പോലും ഒരു കാര്യം പറയുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചു തന്നെയാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മന്ത്രിമാർ അവരുടെ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട്. കേരളത്തിൽ പല സ്ഥാപനങ്ങളും താറുമാറായി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതൊക്കെ മന്ത്രി അറിയുമോ എന്നുള്ള ചോദ്യം ചിലരൊക്കെ ഇപ്പോൾ ഇത്തരത്തിൽ ചോദിക്കുന്നത് അതിദയനീയമാണ്. കാരണം മന്ത്രിമാരെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആൾ തന്നെയാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തതിൻ്റെ ഭാഗമായാണ് ഒരു യുവതി മരണപ്പെട്ടത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കെട്ടിടം പൊളിച്ചു മാറ്റാനുള്ള ഉത്തരവുണ്ടായിട്ടും അത് പൊളിച്ചു മാറ്റാത്തത് സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ പേരിലാണ് എന്ന് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നിന്ന് പുറത്തു വന്ന റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമായിരുന്നു. എന്നിട്ട് പോലും മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പിഴവുകൾ എന്താണ് എന്ന് സഖാക്കന്മാരിൽ ചിലർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രി ഉൾപ്പെടെ നിരവധി ആശുപത്രികൾ, അതും സർക്കാർ ആശുപത്രികൾ, അതിശോചനീയമായിട്ടുള്ള ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായിട്ടുള്ള സാഹചര്യത്തിലാണ് എന്നുള്ള കാര്യം കൂടെ ഓർക്കേണ്ടതുണ്ട്.
നിലവിൽ ചില റിപ്പോർട്ടുകൾ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട്. അത്തരത്തിലൊരു റിപ്പോർട്ടിൽ പറയുന്നത് ജീവനെടുക്കാൻ പാകത്തിൽ സംസ്ഥാനത്തെ 134 ആശുപത്രി വളപ്പുകളിലായിട്ട് 225 കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീഴാറായി കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കോട്ടയം ദുരന്തത്തോട് അനുബന്ധിച്ചാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ശേഖരിച്ച ഈ കണക്ക് റിപ്പോർട്ട് പുറത്തുവന്നത്. 41 പഴഞ്ചൻ കെട്ടിടങ്ങളുമായി എറണാകുളം ജില്ലയാണ് ഇത്തരത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. പൊളിക്കാൻ ഉത്തരവിട്ടതായി പറയുമ്പോഴും ചില കെട്ടിടങ്ങളുടെ വിവരങ്ങൾ പട്ടികയിലില്ലാത്തത് കൊണ്ട് യഥാർത്ഥ കണക്ക് പുറത്തുവിടാനാകുന്നില്ല എന്നും ഇതോടൊപ്പം തന്നെ വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. വിവിധ ജില്ലകളിൽ നിന്ന് ന്യൂസ് റിപ്പോർട്ടർമാർ ശേഖരിച്ച കണക്കുകൾ പ്രകാരമാണ് ഏകദേശം 225ഓളം പൊളിഞ്ഞു വീഴാറായിട്ടുള്ള കെട്ടിടങ്ങൾ കേരളത്തിലുണ്ട് എന്ന് പറയുന്നത്. പൊളിഞ്ഞു വീഴാറായ മേൽക്കൂരയും ഇടിഞ്ഞു വീഴാറായ ചുമരുകളുമായി ആരോഗ്യമന്ത്രിയുടെ മൂക്കിൻ തുമ്പത്ത്, അതായത് തിരുവനന്തപുരത്ത് പൊളിച്ചു മാറ്റേണ്ടതായിട്ട് 5 ആശുപത്രി കെട്ടിടങ്ങളുണ്ട് എന്നാണ് വിവരം. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രി വാർഡ്, മാറനല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പഴയ OB ബ്ലോക്ക് തുടങ്ങിയവയാണ് അതിൽപ്പെടുന്നത്. പട്ടികയിലുള്ള തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ പഴയ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിന്റെ മുമ്പിൽ കോട്ടയത്തും നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രി വാർഡ്, മാറനല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പഴയ OB ബ്ലോക്ക് തുടങ്ങിയവയാണ് അതിന്റെ ഉദാഹരണങ്ങൾ. ജനറൽ ആശുപത്രി, തിരുവനന്തപുരം ജനറൽ ആശുപത്രിയും അതിന് മറ്റൊരു ഉദാഹരണമാണ്. അത് മാത്രമല്ല, പട്ടികയിലുള്ള തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ പഴയ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിന്റെ മുമ്പിൽ കോട്ടയം ദുരന്തത്തിന് ശേഷമാണ് ഒരു ബോർഡ് പതിപ്പിച്ചിരിക്കുന്നത്. അവിടെ ഏറ്റവും അപകടമുണ്ട് എന്ന് പറഞ്ഞൊരു ബോർഡ്. ഏറ്റവും കൂടുതൽ പഴയ കെട്ടിടങ്ങളുള്ള ആശുപത്രി എറണാകുളത്താണ് എന്നാണ് വിവരം. ഏകദേശം 41ഓളം കെട്ടിടങ്ങളാണ് ഇടിഞ്ഞു പൊളിയാറായ നിലയിൽ എറണാകുളത്ത് ഉള്ളത്. ആലപ്പുഴയിൽ 37 കെട്ടിടങ്ങളും വയനാട്ടിൽ 14 കെട്ടിടങ്ങളും അപകടാവസ്ഥയിലാണ് എന്നാണ് വിവരം. കോഴിക്കോട് 8 ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള അവസ്ഥയുണ്ട്. ഇടുക്കിയിലും കാസർഗോഡും 7 വീതമാണ് ഉള്ളത്. കണ്ണൂരിൽ 5ഉം മലപ്പുറത്ത് 4 കെട്ടിടങ്ങൾ ഇത്തരത്തിലുണ്ട്. ദുരന്തമുണ്ടായ കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ കെട്ടിടങ്ങൾ മാത്രമാണ് പട്ടികയിലുള്ളതെന്നാണ് വിവരം. പല കെട്ടിടങ്ങളിലും ഇപ്പോഴും രോഗികൾ നിൽക്കുന്നുമുണ്ട്. രോഗികളില്ലാത്ത കെട്ടിടങ്ങൾ തുണി വിരിച്ചിടാനും ശുചിമുറി ഉപയോഗിക്കാനും വിശ്രമിക്കുന്നതിനുമൊക്കെ കൂട്ടിരിപ്പുകാർ ഉപയോഗിക്കുന്നതായിട്ടും പറയുന്നു. ഇതൊക്കെ വലിയ അപകട സാധ്യതയാണ് വരുത്തിവെക്കുന്നത്. ആശുപത്രി വളപ്പുകളിലെ പഴയ കെട്ടിടങ്ങളോട് തൊട്ടുരുമിയാണ് പുതിയ കെട്ടിടങ്ങൾ ഉള്ളത് എന്നതും അപകട കാരണങ്ങൾക്ക് ആഴമേറിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇത് കണ്ടില്ലെന്ന് നടിക്കുന്ന ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ വലിയൊരു പിഴവുണ്ടായിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. എന്തായാലും പല ആളുകളും ആരോഗ്യമന്ത്രി വീണ ജോർജിനെ എന്തിനാണ് ഇത്തരത്തിൽ വട്ടമിട്ട് ആക്രമിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർക്കുള്ള മറുപടി ഇത്തരത്തിൽ തെളിവ് സഹിതം പൊളിഞ്ഞു വീഴാറായി കിടക്കുന്ന ആശുപത്രി കെട്ടിടങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. ഇന്നിപ്പോ സമരമാണ്, അപ്പൊ എങ്ങനെ പോകും? സമരം ഞങ്ങൾ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ സമരം കൊണ്ട്? തൊഴിലാളികൾക്കുള്ള കരാർ തൊഴിലാളികളുടെ എല്ലാം പ്രൈവറ്റൈസ് ചെയ്തായിട്ട് പോകുമല്ലേ. ഇപ്പൊ റെയിൽവേ അടക്കം പോകാൻ പോകുന്നു. അപ്പൊ അങ്ങനെ പ്രൈവറ്റ് തൊഴിലാളികളുടെ സമയം കൂട്ടുക, അതുപോലെ തന്നെ കോൺട്രാക്ടിന്റെ സമയപരിധി കൂട്ടുക, തൊഴിലാളിക്ക് യാതൊരുവിധ ഒന്നും തിരിച്ച് മറുപടി പറയാൻ പറ്റില്ല. എല്ലാം കോർപ്പറേറ്റ് ആയിട്ട് പോവുകയാണ്. അപ്പൊ അതിനെതിരെ തന്നെയാണ് ഈ സമരം. സീറ്റ് സംഘടിപ്പിച്ച ഏറ്റവും വലിയ സമരമാണിത്. ഇങ്ങനെ ഒരു സമരം നടത്തുന്നതിലൂടെ ഇത് വിജയം കാണുമെന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും സമരങ്ങളിൽ കൂടൽ മാത്രമല്ലേ കേരളത്തിന്റെ ചരിത്രം തന്നെ മാറിയത്. അറിയാമല്ലോ, പഴയ നിങ്ങൾക്കിപ്പോ അറിയാം, നിങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ലായിരിക്കും. വീട്ടിന്റെ മുമ്പ് കുഴിയിൽ കുഴിച്ച് ആഹാരം കൊടുത്തിരുന്ന ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു. സ്ത്രീകൾ മാറുപറയ്ക്കാൻ അനുവാദമില്ലാത്ത കാലം ഉണ്ടായിരുന്നു. മുൻപ് കൂടെ യജമാനന്മാർ വരുമ്പോ മാറിക്കൊടുക്കേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലമൊക്കെ മാറിയത് എങ്ങനെയാണ്? സമരം കൊണ്ടല്ലേ മാറിയത്. തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ടടുത്ത് നമ്മളെല്ലാം പ്രതികരിക്കുകയും സമരം ചെയ്ത് തന്നെ നേടിയതാണ് കേരളം. അതിൽ യാതൊരു ഇതുമില്ല. സമരം ചെയ്യാം, സ്വാഭാവികമായിട്ടും നമുക്കൊക്കെയുള്ള അവകാശം തന്നെയാണ്. പക്ഷെ ഇന്നിപ്പോ ചില ഹോസ്പിറ്റലിന്റെ മുന്നിൽ പോലും ഓട്ടോ ഡ്രൈവേഴ്സിനൊക്കെ അറിയില്ല. ഇവിടെ ഇഷ്ടം പോലെ ഹോസ്പിറ്റലിന്റെ സൗകര്യം സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും ഈ സർക്കാർ ചെയ്യില്ല. തൊഴിലാളി വിരുദ്ധ മനോഭാവമൊന്നുമില്ല. തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാർ തന്നെയാണത്. സർക്കാരിനെ പ്രകീർത്തിച്ച് പറയുകയില്ല. ചുമ്മാ ഇത്രയും ക്ഷേമ പെൻഷൻ സ്ത്രീകൾക്ക് കൊടുക്കുന്നു. ഏറ്റവും വലിയ എന്നെ ആകർഷിച്ചത് അത് തന്നെയാണ്. ഒരു വീട്ടിൽ 2 വയസ്സായവരുണ്ടെങ്കിൽ, നിവൃത്തിയില്ലാത്തവരുണ്ടെങ്കിൽ 1600 വെച്ച് 3200 രൂപ കിട്ടുന്നുണ്ട്. ഇതുവരെ മുടങ്ങാതെ കൊടുത്തില്ലേ? ഇടയ്ക്കൊക്കെ ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടും ആ 3000 പോലും മുടങ്ങിയിട്ടില്ലേ? മുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് 1-2 മാസം മുടങ്ങും. എപ്പോഴും 200 രൂപ പെൻഷനിൽ എത്രയായില്ലേ? ആ പെൻഷൻ എത്രയോ കാലഘട്ടം കൊടുക്കാതിരുന്നു. ഇപ്പൊ സ്കൂളുകളുടെ നിലവാരം നോക്കൂ. എന്ത് നല്ല സ്കൂളുകളാണ് സർക്കാർ സ്കൂളുകൾ.
ഹോസ്പിറ്റലുകൾ നോക്കൂ. ഒരു സംഭവം ഉണ്ടായി, മന്ത്രി പ്രതികരിച്ചത് എന്തുകൊണ്ടാണ്? അവിടെ ഇരിക്കുന്ന ഇപ്പൊ ഞാനൊരു സ്ഥാപനത്തിന്റെ മേധാവിയാണ്, എന്നോട് വന്ന് പറയുന്നത് തൊട്ടടുത്തിരിക്കുന്ന സൂപ്രണ്ടോ അല്ലെങ്കിൽ അതിന്റെ താഴെ ഉള്ളവരോ ആയിരിക്കും. അവർ പറയുന്നതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഈ കേരളത്തിൽ കിടക്കുന്ന എല്ലാ ഹോസ്പിറ്റലിനും പോയി ചെന്ന് സന്ദർശിക്കുന്ന ഒരാളാണോ? അല്ല. അങ്ങനെ ചിന്തിക്കാം. ഉണ്ടായതിനു ശേഷമെങ്കിലും ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാറുണ്ടല്ലോ. നമ്മുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യേണ്ടത് തന്നെയാണ്. മന്ത്രി ആ സ്ഥാനത്ത് സ്പോട്ടിലെത്തി. സൂപ്രണ്ട് പറഞ്ഞു അതിന്റെ അകത്ത് ആരുമില്ല. ഇത് മാത്രമാണ്. ഇത് സ്വാഭാവികമായിട്ട് വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുമോ ഇടതുപക്ഷ ഗവൺമെന്റ് അങ്ങനെയൊന്നുമല്ല. തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ്. പിന്നെ അവർക്ക് വേണ്ട ആ വീട്ടുകാരെല്ലാം ഇപ്പൊ മന്ത്രിസഭയ്ക്ക് സപ്പോർട്ട് കൊടുത്തിരിക്കുകയല്ലേ, മന്ത്രിക്ക് സപ്പോർട്ട് കൊടുത്തിരിക്കുകയല്ലേ. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭാഗത്തു നിന്നും പൂർണ്ണമായിട്ടും നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത്രയും നല്ല എന്ന് വെച്ചാൽ ശൈലജ ടീച്ചർ കഴിഞ്ഞതിന് ശേഷം കേരളം കണ്ട ഏറ്റവും നല്ല മന്ത്രി വീണ ജോർജ് തന്നെയാണ്. തന്നെ സംശയം എന്താ? ചേച്ചി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകാറുണ്ടോ? ഉണ്ട്. ഇവിടെ പോയിട്ടുണ്ടോ? ജനറൽ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. തമ്പാനൂർ UPSന്റെ അടുത്ത് നിങ്ങൾ നോക്കൂ, ഈ സർക്കാർ വന്നതിന് ശേഷമാണ് രാജാജി നഗർ എന്ന് പറയുന്ന ഒരു കോളനി കിടക്കുന്നത്. ആ കോളനിക്കകത്ത് വെറും ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വളരെ കുറച്ച് സമയം മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ മുഴുവൻ സമയം പ്രവർത്തനമാണ്. അവിടെ നല്ലൊരു ഡേ കെയർ ഉണ്ട്. ഇപ്പൊ കുട്ടികൾക്ക് വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ നിന്ന് ആ പ്രദേശത്തിന് ഇത്രയും നന്നായിട്ട് ആക്കില്ലേ. പ്രാഥമിക ചികിത്സാരോഗ്യ കേന്ദ്രം നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി നിങ്ങൾ ചിത്രീകരിച്ചാൽ നന്നായിരിക്കും. സർക്കാർ ഇന്നലെ ജനറൽ ആശുപത്രി പോയായിരുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ ശോചനീയമാണ്. കാരണം ശോചനീയമാണെന്ന് പറയാൻ നിങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് നേരിട്ട് കണ്ടോണ്ട് പറയാണ്. അതായത് നമ്മള് ബിൽഡിംഗ് ഒക്കെ പൊളിയാൻ കിടക്കുന്നു, അത് മാറ്റിവെക്കാം. പക്ഷെ മഴ പെയ്യുന്നത് തടയാൻ വേണ്ടി ടാർപ്പ വലിച്ചു കെട്ടിരിക്കുകയാണ്. അത് വീഡിയോ എടുക്കാൻ പൂർണ്ണമായി തന്നെ പ്രതികരിക്കുക. നിങ്ങൾ കണ്ട കാര്യങ്ങൾ നിങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക. അല്ലെങ്കിൽ മന്ത്രി അവകാശമില്ല, നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് മന്ത്രിമാര് കൃത്യമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്? അങ്ങനെയല്ല. അതിനൊക്കെ മാധ്യമ പ്രവർത്തനത്തിന് യാതൊരു തടയും പാടില്ല. അത് ഞാൻ ഒരാളുടെ പക്ഷം നിന്ന് പറഞ്ഞല്ല. നിങ്ങളെ പോലുള്ളവര് തീർച്ചയായിട്ടും അത് മാധ്യമങ്ങളുടെ ഇപ്പൊ തന്നെ വീണ ജോർജിനെതിരെ ഇത്രയും പ്രശ്നം വന്ന എന്തുകൊണ്ടാണ്? ഒരു ചെറിയൊരു വാക്കുപിഴയുടെ പ്രശ്നമാണ്. അതാണ് പല മന്ത്രിമാർക്കും പറയുന്നത്. ഇപ്പൊ തന്നെ സജി ചെറിയാനെതിരെ ഇങ്ങനെ വാക്കുപിഴയല്ല, അത് ഒരു സ്ത്രീയുടെ ജീവനാണ് പോയത്. ചെറിയൊരു വാക്കുപിഴയായിട്ട് ഇല്ലെന്ന് പറയുന്നില്ല. ഇപ്പൊ എന്റെ അമ്മയാണ് മരിച്ചാൽ എനിക്ക് വിഷമുണ്ടാവൂലേ? നഷ്ടം തന്നെയാണ്. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. സംഭവിച്ചു പോയതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതെ ഇനി വരുന്നതിനെ നേരിടുക. അതാണ് മലയാളി ചെയ്യേണ്ടത്. സംഭവിച്ചതിനെ കുറിച്ച് ഓർത്ത് ചിന്തിക്കരുത്, അല്ലേ? അതാണ് ഭഗവത്ഗീതയിലും പറയുന്നത്. എല്ലാം സംഭവിക്കുന്നത് നല്ലതിനാണ്. അതുകൊണ്ട് ആ വീട്ടുകാർക്ക് അമ്മ മരിച്ചു, ശരി തന്നെ. അതൊരു വളരെ അവര് പോയൊക്കെ പൊളിഞ്ഞു വീഴ കെട്ടിടത്തിൽ ഇരുന്നതിന്റെ ഫലമായിട്ട് അതുണ്ടായി. അതുടനെ നോക്കിയില്ല. അതൊക്കെ ശരിയാണ്, ഇല്ലെന്ന് നമ്മൾ ആരും പറയുന്നില്ല. മലയാളിക്ക് ഇതെല്ലാം മനസ്സിലാകാനുള്ള കഴിവുണ്ട്. പിന്നെ അടുത്ത ഗവൺമെന്റിന് വോട്ട് ചെയ്യാതിരിക്കുന്നത് ചെയ്യുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ ഇഷ്ടമാണ്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്യുക. അവർക്ക് ആരാണ് നല്ല അവരുടെ പ്രദേശത്ത് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന, അവർക്ക് വേണ്ടി സേവനം ചെയ്തു കൊടുക്കുന്ന, അങ്ങനെ നോക്കി വോട്ട് ചെയ്താൽ മതി ജനം. മനസ്സിലായില്ലേ? അങ്ങനെ ചിന്തിക്കുക. അത്രേ ഉള്ളൂ എനിക്ക് പറയാം.